ഹായ്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഷോർട്സ് മാത്രമായിരുന്നു. ഇന്ന് ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ വീഡിയോ തന്നെ നമുക്കൊരു ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എൻ്റെ വെയിറ്റ് ലോസ് ജേണിയാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഞാൻ 2024 ജാനുവരി 2024 എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 61.5 ആയിരുന്നു. കുറച്ച് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ഹെൽത്ത് ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വെയിറ്റ് കൂടാതെ നോക്കുന്നത് നന്നായിരിക്കും, വെയിറ്റ് ഗെയിൻ ചെയ്യാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാതെ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി നന്നായിരിക്കും. അങ്ങനെ ഞാൻ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ ജാനുവരിയിൽ എൻ്റെ വെയിറ്റ് 61.5 ആണ്. പക്ഷേ ഫെബ്രുവരി ആയപ്പോഴേക്കും എൻ്റെ വെയിറ്റ് 58.5 ആയി മാറി. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് ഓരോ മന്തിൻ്റെയും എത്ര വെയിറ്റ് എന്നുള്ളതിൻ്റെ കുഞ്ഞു ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ എല്ലാ പ്രാവശ്യവും കുറയുന്നത് നോക്കി ഫോട്ടോ എടുത്ത് വയ്ക്കുമായിരുന്നു. 58.5 വരെ, അതായത് ഒരു 5 kg ഡിഫറൻസ് ആദ്യത്തെ 3 മാസം കൊണ്ട് എനിക്കുണ്ടായി. അതായത് ജാനുവരിയിൽ 61.5 ആണെങ്കിൽ അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലില്ല, ആ ഫോട്ടോ എൻ്റെ കയ്യിലില്ല. പക്ഷേ അത് ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ട് ഫെബ്രുവരിയിൽ എനിക്ക് 58.4 വന്നു. അത് മുതലുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ആ 58.4 ഫസ്റ്റ് 3 months കൊണ്ട് 56.5 വരെ ആയി. അതായത് ഒരു 5 kg ഡിഫറൻസ് അവിടെ വന്നു. അതെങ്ങനെ വന്നെന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ മെയിൻ കണ്ടൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ ആൾക്കാർക്ക് ഇപ്പം ജിമ്മിലൊന്നും പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പോൾ UAE ഷാർജയിലാണ്. ഞാൻ 1 year ആയി ഇപ്പം ജോബ് സ്റ്റോപ്പ് ചെയ്തിട്ട്. അപ്പം ജോബുള്ള സമയത്ത് നമ്മുടെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ലൈഫായിരുന്നു. രാവിലെ ജോലിക്ക് പോകും, എന്തെങ്കിലും എടുത്ത് കഴിക്കും, രാവിലെ ജോലിക്ക് പോകും. 10 മണിക്കൂറുള്ള ജോലി, ഇരുന്ന് ചെയ്യുന്ന ജോലി, നമ്മൾ ഭയങ്കര പ്രഷറായിരിക്കും. നമ്മൾ ഹെൽത്തൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. രാത്രി വരുന്നു, കിടക്കുന്നു, പിന്നെയും പിറ്റേ ദിവസം രാവിലെ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ട് പോകുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ വെയിറ്റ് ഗെയിൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ആയി വരാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറയാം. ഒന്നാമതുള്ളത് എക്സസൈസാണ്. നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നോ, 15 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. അപ്പം ഞാൻ ആ 3 months ഒരു 45 മിനിറ്റ്സ്, 30 to 45 മിനിറ്റ്സ് എങ്കിലും ഞാൻ എക്സസൈസ് ചെയ്തിരുന്നു. ഇപ്പം ഞാൻ അത്രയില്ല, കുറവാണ്, എന്നാലും അന്ന് ഞാൻ ചെയ്തിരുന്നു. രണ്ടാമതുള്ള കാര്യം ഫുഡ് കൺട്രോൾ. ഫുഡ് കൺട്രോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, ഫുഡ് റൈസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറയ്ക്കുക, റൈസ് കഴിക്കുന്നത് കുറയ്ക്കുക, പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക. ഫുഡിൽ തന്നെ നമ്മൾ നല്ലൊരു കൺട്രോൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ചേഞ്ചസ് വരും. അതായത് ഇപ്പോൾ ഒരു എത്ര നമ്മൾ ചോറ് കഴിച്ചിരുന്നോ അതിൻ്റെ ഹാഫ് ആക്കുക, എത്ര ചപ്പാത്തി നമ്മൾ കഴിച്ചിരുന്നോ അതിൻ്റെ ഹാഫ് ആക്കുക, അങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കുക. പച്ചക്കറീൻ്റെ എമൗണ്ട് കണ്ടൻറ്റ് കൂടുതലാക്കുക. അത് പിന്നെ ഷുഗർ ഒരു മെയിൻ ഫാക്റ്റാണ്. ഷുഗർ ഞാൻ ടോട്ടലി കട്ട് ചെയ്തു. അതിൻ്റെ ചായ കുടിച്ചിരുന്നില്ല, ചായ സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ചായ കുടിക്കുകയാണെങ്കിലും ഷുഗർ ഇടാതെ കുടിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കേക്ക് ഐറ്റംസ് അങ്ങനെയൊന്നും കഴിക്കുന്നില്ല, അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വല്ലപ്പോഴും നമുക്കൊരു ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കഴിക്കാനുള്ള ഒരു ഇൻറ്റൻസിറ്റി കൂടും. പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്തു. നമ്മളിവിടെ ഉള്ളവർ ജിമ്മിൽ പോകും. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്, ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മാസമൊക്കെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ 4 മാസമൊക്കെ കറക്റ്റായിട്ട് പോയിട്ടുണ്ടായി. പക്ഷേ എനിക്കൊരു 1 kg മാക്സിമം ഒരു ഡിഫറൻസ് വന്നു എന്നല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടായില്ല. നമ്മൾ വീട്ടിലിരുന്നിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്കത് എഫക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ഭയങ്കര മസിൽ വരിക അല്ലെങ്കിൽ ബോഡി ഭയങ്കര ബിൽഡ് ചെയ്യുക അതല്ലല്ലോ. വെയിറ്റ് കുറച്ച് ഫിറ്റായിട്ടിരിക്കുക.
നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിലുള്ള എക്സസൈസൊക്കെ തന്നെയായിരിക്കും കൂടുതൽ നന്നാവുക. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചേഞ്ചസ് വരും. ഞാൻ ഇത്രയും ഫുഡിൻ്റെ കൺട്രോളിങ്ങും എക്സസൈസും ആണ് മെയിനായിട്ട് ചെയ്തത്. അതെനിക്ക് വളരെ ചേഞ്ചസ് വരുത്തി. പിന്നെ നമ്മൾ ഈ ഫുഡിനോടൊപ്പം പുട്ടൊക്കെ നമ്മളുണ്ടാക്കുക അരിയല്ലേ, അപ്പോൾ ഞാൻ റവ യൂസ് ചെയ്യും. എനിക്ക് വേണ്ടിയുള്ളത് ഞാൻ റവ യൂസ് ചെയ്യും. പിന്നെ ദോശയിൽ നമ്മൾ റാഗിയില്ലേ, റാഗിയും കൂടി അരച്ച് ചേർക്കും. അതിലൊക്കെ നല്ല മിനറൽസും കാൽഷ്യം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നല്ലതാണ്. അങ്ങനെയുള്ള കുറേ ഡിഫറൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എഫക്റ്റീവ് ആകും. ഇത് എൻ്റെ ഒരു ചെറിയൊരു എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ളത് കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിലോ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു. അതായത് ഒരു വീക്കിലി 4-5 ദിവസമൊക്കെ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ടൊന്നും ഞാൻ നോക്കില്ല. വേറൊന്നുമല്ല, ഞാൻ നൈറ്റ് ഫുഡ് നേരത്തെ കഴിക്കും. ഒരു 6 o'clock കഴിച്ചെങ്കിൽ പിന്നെ പിറ്റേ ദിവസം തന്നെ ഒരു 9:30-10 ഒക്കെ ആവും ഫുഡ് കഴിക്കാം. അപ്പോൾ നല്ലൊരു ടൈം ഗ്യാപ്പാണ്. അതൊരു 16 years to 10 സൈക്കിൾ പോലെ തന്നെ ആവും. അപ്പോൾ ഈവനിങ് നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് കഴിക്കുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാതെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കുക, ഒരു 7 o'clock മുന്നേ തന്നെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്, ഇത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ കിടക്കണ മുന്നേ നമുക്ക് ആ ഫുഡ് ദഹിച്ച് അത് എനർജി ആയിട്ട് മാറും. അപ്പോൾ പിന്നെ അത് നമുക്ക് യൂസ്ഫുൾ ആവും. അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു ഉടനെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മെറ്റബോളിസം ഒന്നും നടക്കില്ല. അതൊക്കെ കൊണ്ടാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ വരാനുള്ള മെയിൻ ചാൻസ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ആർക്കെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലോ എക്സസൈസിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. താങ്ക് യു.